ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് ഞാൻ പറയുന്നതിന് മുമ്പ് ഒപ്പണൻ്റ് വെച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 17.1K ഒക്കെ അടിച്ചു, നൈസാണ്. ഇപ്പോൾ ഒപ്പോണൻ്റ് 1,50,000. യെസ് ഗൈസ്, 17.1K ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. 17 അടിച്ചതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. കമൻറ്റ് വായിച്ചപ്പോഴാണ് ഞാൻ പിന്നെ നോക്കിയത്. സല ഫുൾ ഫോം ആണല്ലോ. സെക്കൻഡ് ഹാഫിൽ ഇടാൻ പറ്റുള്ളൂ, ഫസ്റ്റ് ഹാഫിലാണല്ലോ. എംബാപ്പേനെ ഇട്ടിട്ടുണ്ട്. എംബാപ്പെ ഫോം കാണിക്കുന്നുണ്ട്. ഞാൻ അധികം ഒന്നും കളിപ്പിക്കാത്തൊരു പ്ലെയറാണിപ്പോൾ, അല്ലെങ്കിൽ ഏത് നേരം എൻ്റെ സ്കോളിലുണ്ടാവുന്ന സെയിം കാർഡാണ് എൻ്റെ മറ്റേ അക്കൗണ്ടിലുള്ളത്. എൻ്റെ പണ്ടത്തെ അക്കൗണ്ടില്ലേ, അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന സെയിം കാർഡാണിത്. ഇപ്പോൾ നമ്മൾ മാച്ച് എന്തായാലും തുടങ്ങുന്നുണ്ട് ഗൈസ്. എർവിഗോ എന്താ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പം എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ഇടുക കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് 500 ലൈക്സ് എത്തിക്കാൻ കഴിയുമോ നോക്കാം. 2K 3K ഒക്കെ വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 500 ലൈക്സ് എത്തിക്കാൻ കഴിയാണ്ടിരിക്കുമോ എന്നുള്ളത് അതൊന്ന് നോക്കണമല്ലോ. നിങ്ങളെല്ലാവരും ലൈക്ക് ഇടുക ഗൈസ്. നമുക്ക് 500 എത്തുമോ നോക്കാം. ഒപ്പോണൻ്റ് വന്നിട്ടുണ്ട്. സോറി, ഗെയിം പ്ലേ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പോണൻ്റ് വന്നിട്ടുണ്ട്. പറഞ്ഞ് അതങ്ങ് ശീലായി. നോക്കൂ സീന്. മെസ്സി എടുത്ത മെസ്സി ദ സെൻറ്റർ ബാക്ക്. ഡൊണാറുമ. അയ്യോ പണിയെട്ടി. നൈസ്. മൾട്ടീനി. പിന്നെ അപ്പുറത്തുനിന്ന് ആരോ കയറി വന്നായിരുന്നു. വെക്കുമ്പോഴാന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ മെസ്സി. ന്യൂ ഇയർ. ഇതെങ്ങനെയെങ്കിലും അടിച്ച് കയറി വരണം ഗൈസ്, അത്രയേ ഉള്ളൂ. മിസ്റ്റേക്ക് ഉണ്ടാക്കല്ലടാ. വെക്കുമ്പോൾ ഹിയർ വി ഗോ ഗൈസ്. സ്നൈഡർ. ലെറ്റ്സ് ഗോ. കസമീറോ. എംബാപ്പേ. ഗൈസ്, എൻ്റെ ഫോർമേഷൻ എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ കുറച്ച് എടാ പിന്നല്ല ഇജാതെ ഡിഫെൻഡിങ് വെറുതെയാണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക് ഡിഫെൻഡിങ് ആണ്. ഞാൻ ചെയ്യുന്നൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ജസ്റ്റ് ജോയിസ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നില്ലാണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മളെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരുമാതിരി ഫോർമേഷനാണ്. 4-2-4 എങ്ങാണ്ടാണ് വരുവാന്ന് തോന്നുന്നു. അല്ല, 4-1-2-3 തന്നെ അല്ല. 4-2-1-3 ആണ് വരിക. 4 ഡിഫൻസ്, പിന്നെ 2 മിഡ്ഫീൽഡ്, CMFും DMFും ആണ്. പിന്നെ ഒരു AMF മെസ്സി, 2 CF, ലെഫ്റ്റ് വിങ് ഫോർവേഡ് സോൺ ഹ്യൂമിൻ. ഇങ്ങനെയാണ് ഇപ്പോൾ കളിപ്പിക്കുന്നത്. എല്ലാവരും ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമേഷൻ ഇട്ടത്. എനിക്ക് പ്രത്യേകിച്ച് സോൺ ഹ്യൂമിനെ യൂസ് ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ട് മാത്രം. അതുകൊണ്ട് എംബാപ്പ അടിച്ച് കയറ്റി. നമ്മളെ എംബാപ്പ ഉണ്ട്, ഒരു കാര്യമില്ലാണ്ട്. ആ ട്രാപ്പിംഗ് തന്നെ ഡിഫൻസ് ഫുൾ ഷോക്ക് അടിച്ച്. മെസ്സി. സ്നൈഡർ. മാർട്ടീനസ്. ലെറ്റ്സ് ഗോ. കിട്ടിയിട്ടില്ല. പറ്റിക്കുന്നിടവര്. എംബാപ്പെ നൈസ് റണ്ണായിരുന്നു, പക്ഷേ എന്താടാ സ്നൈഡറേ. അർണോൾഡ്. മെസ്സി ടു സ്നൈഡർ. ലെറ്റ്സ് ഗോ. മെസ്സി ഫാസ്റ്റ്. എംബാപ്പെ ഡബിൾ ടച്ച് ഇട്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല അത്. ഗോ ഗൈസ്. വീണ്ടും എടുത്തിട്ടുണ്ട്. കാസമീറോ. അർണോൾഡ്. നമ്മളൊരു ഗോൾ അടിക്കണം, ഡൗണാണ്. ലൗട്ടാറോ മാർട്ടിനസ്. എന്താ പറയുന്നേ, ലൗട്ടാറോ മാർട്ടിനസ് ഗൈസ്. വാട്ട് എ ഗോൾ. മാർച്ചെറ്റാണ് അല്ല, ഞാൻ ഡബിൾ ടച്ചിൻ്റെ ആ ഒരു മസിൽ മെമ്മറി വന്നതാണ്. പക്ഷെ മാർച്ചെറ്റാണ് ഉള്ളതുകൊണ്ടും അത് മാത്രമേ ഇട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളതുകൊണ്ട് അത് ഇട്ടിട്ടുള്ളൂ. കാസമീറോ. സ്നൈഡർ. സോൺ. സ്നൈഡർ ബാക്ക് ടു മെസ്സി. മിസ് പാസ്. ഡോക്കു നൈസാന്ന് തോന്നുന്നല്ലോ. കുറേ പ്ലേയേഴ്സ് കളിപ്പിക്കുന്നതാണെന്നുണ്ട് ഇപ്പോൾ. ഇതിൽ കാർഡൊന്നുമില്ല. കാസമീറോ. പ്ലെയർ പ്രോഗ്രഷൻ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നിട്ടും കമൻറ്റ് ചെയ്യുന്ന പറയും മെസ്സി പ്ലെയർ പ്രോഗ്രഷൻ പറഞ്ഞുതരുമോന്ന്. ഇതെന്ത് തേങ്ങയാണ് ഞാൻ ചെയ്യേണ്ടത് ഇനി. സ്നൈഡർ. കാസമീറോ. ഞാൻ ആ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നില്ല ഗൈസ്. ഞാൻ പറയും വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും അതിന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുക. സ്നൈഡർ എടുത്തിട്ടുണ്ട്. ഹിയർ വി ഗോ. സ്നൈഡർ എന്താ DMF. എംബാപ്പെ നല്ല റണ്ണി. ലെറ്റ്സ് ഗോ എംബാപ്പെ. ഈസി ഗോൾ. എംബാപ്പെ ഗൈസ്, കം ബാക്ക്. കളിയൊന്ന് ആവേശമായി. എംബാപ്പെ വന്നിട്ടുണ്ട് ഗൈസ്. എംബാപ്പെ സ്കോർഡ് എ ഗോൾ. ഹിയർ വി ഗോ ഗൈസ്. എംബാപ്പെ.
അവൻ്റെ എംബാപ്പെ അടിച്ച് നമ്മളെ അടിക്കും. നേരത്തെ എന്തോ പറഞ്ഞായിരുന്നു, അത് ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട്. ഹെർവിഗോ, ബെക്കംബോർ, കാസമീറോ ടു അർണോൾഡ്, ലെറ്റ്സ് ഗോ, മെസ്സി, കാസമീറോ, സ്നൈഡർ, വൺ ടച്ച് പാസ്സാണ് ഫുള്ള്. എടാ ഓഫ് സൈഡ് എടുത്താൽ ഓഫ് സൈഡാണ്, എടുക്കാണ്ടെന്ന് നന്നായി. ഏതായാലും സ്നൈഡർ, ഒളി, ലൗട്ടേറോ, മെസ്സി, ലൗട്ടേറോ ഫിനിഷ് ചെയ്യടാ. ഫസ്റ്റ് ടൈം ആ ഷൂട്ട് എവിടത്തേക്കാണ് പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഷൂട്ടിൻ്റെ ബട്ടൺ ഞെക്കിയിട്ട് അത് തനിയെ ഇല്ലാണ്ടായി. അത് കണ്ടായിരുന്നു. എടുത്തു. ഹിയർ വി ഗോ. എന്തായാലും ഹാഫ് ടൈമാണ്. 2-1 ലീഡിലാണ് ഗൈസ്. കിടിലൻ ഗോളായിരുന്നു നമ്മുടെ ലൗട്ടേറോ മാർട്ടിനസിൻ്റെ. എംബാപ്പയുടെ അത്യാവശ്യം അടിപൊളിയായിരുന്നു. അത് നല്ല റണ്ണേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ത്രൂ ബോൾ ഇട്ടപ്പോൾ തന്നെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോയി ഗൈസ്. ഒന്നും ചെയ്യാൻ കഴിയില്ല എംബാപ്പെ ഓടിയാൽ. എംബാപ്പെ ഓടിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല പിന്നെ. അമ്മാതിരി സാധനം. ലൗട്ടേറോ എടാ തേങ്ങ. സലാ ഞാൻ വെച്ച് ബ്ലിറ്റ്സാന്ന് ഒന്ന് വറച്ച് ഗൈസ്. എടാ അവൻ സല വെച്ച് കളിക്കണ്ടല്ലോ. സലേൻ്റെ ബാക്കിയെല്ലാക്കാട് ഭയങ്കര സ്ട്രോങ് ആണ്. ബ്ലിറ്റ്സ് എന്തോ ഒരുമാതിരി ഈസി ആയിട്ട് എടുത്തിട്ട് പോകാൻ കഴിയുന്ന പോലെ. ഓക്കെ സല എടാ എന്തത് എൻ്റെ പൊന്നോ. എൻ്റെ ഡിഫൻസൊക്കെ അവിടെ ചത്ത്. എംബാപ്പെ, സ്നൈഡർ, ലെറ്റ്സ് ഗോ. 2-2 ആയി ഗൈസ്. ഇനി ടഫ് വെച്ചാലോ. ഫൈനലി വർത്തി ഓപ്പണൻറ്റ്. ലൗട്ടേറോ, എംബാപ്പെ, ലാഗ്. മെസ്സി, ഓക്കെ എടുത്തിട്ടുണ്ട്. മൾഡിനി, ഹിയർ വി ഗോ. 60 ആയി. ഇപ്പം അടിച്ചില്ലെങ്കിൽ പിന്നെ അടിക്കാൻ കഴിയില്ല ഗൈസ്. ഇപ്പം എടുത്തില്ലെങ്കിൽ പിന്നെ ആടി സെയിൽ പോകുന്ന പറഞ്ഞ പോലെ. മൾഡിനി, കാസമീറോ. ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നല്ലാണ്ട് ഗോൾ അടിക്കാനില്ല. ഓക്കെ ലൗട്ടേറോ, ലെറ്റ്സ് ഗോ. ലൗട്ടേറോ ഫിനിഷ്. എടാ പൊന്നെന്തത് ഹൾക്കാ. ലൗട്ടേറിൻ്റെ അടുത്ത് ന്യൂ ഇയർ വെച്ച് ഞാൻ ഇതെന്തറാ എന്ത് പണ്ണ. ലൗട്ടേർ ഇത്രയും ന്യൂ ഇയർ ഇത്രയും. ഓക്കെ അർണോൾഡ്, എംബാപ്പെ സേവ്ടാ. എംബാപ്പെ ഫിനിഷ്. അതെന്ത് ഗോളാടാ. അങ്ങനെയൊന്നല്ല ഗോൾ ചെയ്ത്. ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല. ഓക്കെ അപ്പോൾ 3-2 ആയിട്ടുണ്ട്. കളി കുറച്ചും കൂടി ടഫാണ്ട് ഗൈസ്. ഓപ്പോണൻ്റ് ഡിവിഷൻ 2-ൽ 150,000 എങ്ങാണ്ടാണ്. പക്ഷെ നല്ല കളി കളിക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കാം. എൻ്റെ പേര് ഇപ്പോൾ എല്ലാവരും വന്നു. ഓക്കെ എംബാപ്പെ തേങ്ങ. ഇവനെന്താ ഇപ്പം ഇങ്ങനെ ടേണിങ് ഒരു പവറില്ലാത്ത. അല്ലെങ്കിൽ എംബാപ്പേൻ്റെ ടേണിങ് കിടിലാണ്. പാസ് ആൻഡ് മൂവ്, ലെറ്റ്സ് ഗോ. എംബാപ്പെ ഫിനിഷ്. ഇറ്റ്സ് കിലിയൻ എംബാപ്പെ ഹാട്രിക്. എംബാപ്പെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. സീൻ കളിയാലോ ലൗട്ടേറിൻ്റെ ഒപ്പം കോംബോ ആയിട്ട്. പക്ഷെ ലൗട്ടേറോ സീനായതുകൊണ്ടാണ് എംബാപ്പയും സീനായത്. അത് വേറെ കാര്യം. നമുക്കെന്തായാലും റുമീനെ ഇടാം. ഞാൻ എംബാപ്പേനെ മാറ്റണമെന്നില്ല. പക്ഷേ എനിക്ക് സലേനെ ഇടണമെന്നുണ്ട്. കുഴപ്പമില്ല. കേസ, റുമി, മറഡോണ, റോഡ്രി. വേറെ ആയില്ലേ? ഒരാളും കൂടി ഉണ്ടല്ലേ. ത്യാഗോ, സലിബ, കോസ്റ്റ മതി തോന്നുന്നു അല്ലേ? ഓക്കെയാണ്. പക്ഷെ എന്നാലും ഒരു ഇത് കോസ്റ്റ വേണോ? ഞാൻ അവനങ്ങാണ്ട് തിരിച്ചു തരുമോ? ടൈം എത്രയായി? 72 ബോസ് അടിച്ച് കളിക്കാം അവിടെ. ഓക്കെ അപ്പം നമ്മൾ 4-2 ലീഡായിട്ടുണ്ട്. എംബാപ്പെ സീൻ കളിയായിരുന്നു. ഫസ്റ്റ് ഒരു ഗോൾ വാങ്ങിയിട്ട് പിന്നെ കളി കളിച്ചു. ഡിഫെൻസ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അല്ലെങ്കിൽ ഒറ്റ ത്രൂ ബോളിൽ പൊട്ടും ലാസ്റ്റ് മിനിറ്റിലൊക്കെ. ഒരു ഗോൾ വാങ്ങിയാൽ മതി. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഗൈസ്. എന്തായാലും ലോങ് ഗോൾ അടിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഗോൾ അടിച്ചാലേ, അടിക്കാൻ വിടാണ്ടെന്നാൽ നമ്മൾ കൂളായിട്ട് കളിക്കും. എടാ അർണോൾഡ്, എംബാപ്പെ, മറഡോണ. ആരും ഇല്ലടാ റൺ ചെയ്യാൻ.
ഓക്കെ ഓക്കെ ഓക്കെ. ടേൺ ചെയ്ത് അതിൻ്റെ ബോളാടെ വെച്ചിട്ട് നോക്കിയിരിക്കുന്ന അതൊക്കെ ഏതറാ? മാർട്ടിനെല്ലി, സീന റണ്ണാലോ. എടാ അതൊക്കെ എന്തിനാണ് ഞാൻ വെറുതെ ഷൂട്ട് ബട്ടൺ ഞെക്കിയത്, അപ്പത്തേക്കും പോയി ക്ലിയർ ചെയ്ത്. എന്തോ ഒരു ആത്മാർത്ഥത ഗൈസ്. ഫെർണാണ്ടസ് ഞാൻ വെച്ച് ഗോൾ കിക്ക് ആവുന്നു, വെറുതെ ക്ലിയർ ചെയ്ത് അവരെയും കൊടുക്കുക. ഓക്കെ ടൊണാർമ 88 ആയി ഗൈസ്. നമ്മൾ കളി ഏകദേശം എത്രയേ ഉള്ളൂ. നല്ല പാസ് കൊടുക്ക്. ഓ ഓഫ് സൈഡാ. ഓ കേസ് ഇപ്പുറത്തെ ആലുണ്ടായ ഇത് വെറുതെ പോയി അടുക്കുക. സെൻറ്റർ ഫോർവേഡ് വരെ ബാക്കിലാണുള്ളത്. ഗാസ്റ്റോണി, മറഡോണ, കേസ് എടുക്കുകയില്ല. മൾഡിനി, എടാ എടാ ഗോൾ അടിച്ച കുഴപ്പമില്ല. ഓക്കെ കളിയപ്പം നമ്മൾ കയ്യിലാക്കിയിട്ടുണ്ട് ഗൈസ്. ജയിച്ചില്ലേ? യെസ്. 4-2 വിന്ന്. പിന്നെ അല്ല, എംബാപ്പെ സീന് കളി. അതാ ബോൾ എടുത്തിട്ട് പോന്നേക്കൻ. മാച്ച് ബോൾ 7 ഷോട്ട് 6 ഓൺ ടാർഗറ്റ്. ഒന്നും പറയാനില്ല ഗൈസ്. എംബാപ്പെ ആണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റിയത്. 8.5 അവൻ്റെ 7.0. എംബാപ്പെ ഡൊമിനേഷൻ 8.5 റേറ്റിംഗ്. ലൗട്ടാറ് കുഴപ്പമൊന്നുമില്ല, 7.5 ഉണ്ട്. ഒരു ഗോൾ അടിച്ചിട്ട് പിന്നെ 2 അസിസ്റ്റും ആവിടുന്നുണ്ട് ഗൈസ്. ടൈമായി ഉറക്കത്തിൻ്റെ ടൈമായി. നമ്മൾ കളിച്ചു, എത്രയോ പ്ലസ്സും ആയി. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മളെ ചാലഞ്ച് എന്ന് പറയുന്നത് ഇന്ന് 500 ലൈക്സ് എത്തിക്കുക എന്നുള്ളതാണ്. സാധാരണ ഒരു വീഡിയോക്ക് ഒരു 300 ഒക്കെയാണെന്ന് തോന്നുന്നു എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ഇത് കാണുന്നത്. 250 300 അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടാണ് വരുത്ത്. നമുക്കിത് 500 എത്തിക്കാൻ കഴിയും. നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ നമുക്കൊരു റീച്ചും ആവും നമ്മളെ ചാലഞ്ച്. പിന്നെ ഏത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ ബൈ.